നമസ്കാരം. ശ്രീജു മഠത്തിൽ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുക്കം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ ട്രാവൽസിൻ്റെ ഉടമയാണ്. നിലവിലെ ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നമ്മളെ ആളുകൾക്ക്, ഈ പ്രസ്ഥാനവുമായി ജീവിക്കുന്ന ആളുകൾക്കറിയാം. ഒരുപാട് പ്രതിസന്ധികളുടെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം KSRTCയും നമ്മളെ പ്രസ്ഥാനത്തിനെ നേരിടുന്നതിന് വേണ്ടി അവരുടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി അവർ രംഗത്തെത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ താമരശ്ശേരി ഡിപ്പോവുമായി ബന്ധപ്പെട്ടിട്ട് കല്യാണം, ടൂറിസ്റ്റ്, കോണ്ടാക്റ്റ് കാരിയർ വാഹനങ്ങൾക്ക് ബുക്ക് ചെയ്ത പല ട്രിപ്പുകളും KSRTC വാഹനങ്ങൾ വിളിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതും നാമമാത്രമായ സംഖ്യകൾക്ക്. ഈ വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്യുന്ന വ്യക്തികൾ ഒന്ന് വ്യക്തമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ KSRTCയെ സാമ്പത്തിക ലാഭം എന്ന് മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുമ്പോൾ, എല്ലാവർക്കും അറിയാം, നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ എടുത്ത് വന്ന് ഓർഡർ ഫോം എഴുതി വാങ്ങിച്ചിട്ടാണ് അഡ്വാൻസ് പൈസ തന്നിട്ട് ബുക്ക് ചെയ്യാറ്. ഏതാണ് വാഹനം, വാഹനത്തിൻ്റെ നമ്പർ, കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒരു പക്ഷേ പാർട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഈ വണ്ടി സൈറ്റിൽ നോക്കിയിട്ട് വണ്ടി പക്കാണ്, ടാക്സ്, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൺഫേം ചെയ്യുന്ന ആളുകളുമുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. ഈ KSRTCയുടെ വാഹനത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന, ഇപ്പം സംസ്ഥാന സർക്കാർ ഈ KSRTC വാഹനങ്ങളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് വിനോദയാത്ര, തീർത്ഥയാത്ര എന്നൊക്കെ പറഞ്ഞ് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഈ വാഹനങ്ങൾ ബുക്ക് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാഹനം ബുക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ KSRTC വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ്, ഈ KSRTC വാഹനങ്ങൾക്ക്, മുഴുവൻ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് 100% ഓരോ യാത്ര ബുക്ക് ചെയ്യുന്ന ആളുകൾ 100% ഉത്തരവാദിത്തോടു കൂടി നോക്കണം. നിങ്ങൾക്ക് തരുന്ന വാഹനങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ, നമ്മളെ കോണ്ടാക്റ്റ് കയറിയ വാഹനങ്ങളൊക്കെ 100% ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനങ്ങളാണ്. അത് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാലോ, എന്തെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാലോ, മരണപ്പെട്ട് കഴിഞ്ഞാലോ 100% ഇൻഷുറൻസ് കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ KSRTC വാഹനങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ആ KSRTC വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് 100% പരിരക്ഷ എങ്ങനെ കിട്ടും? അത് ഈ KSRTC വാഹനങ്ങൾക്ക് ഇവർ പ്രൊമോട്ട് ചെയ്ത് വലിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അത് 100% നിങ്ങൾ അധികാരികളോട് ചോദിച്ചതിന് ശേഷം മാത്രമേ വണ്ടികൾ ബുക്ക് ചെയ്യൂ. ഇപ്പം പല ആളുകളും തീർത്ഥയാത്ര, വിനോദയാത്ര ഒക്കെ KSRTCകൾ വിളിച്ചു പോകുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അറിയാം, ആനക്കാടിൻ്റെ ഉള്ളിൽ KSRTC ബസ് ഗവിക്ക് പോയ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് 8 മണിക്കൂർ 9 മണിക്കൂർ വഴി കിടക്കേണ്ടി വന്നു. ഇത് നമ്മളെ ടൂറിസ്റ്റ് കോണ്ടാക്റ്റ് കയറിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായ ഈ KSRTC നശിപ്പിക്കുകയാണ്. ഞങ്ങളെ കോണ്ടാക്റ്റ് കയറിയ വാഹനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് KV ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മാസാമാസം സർക്കാരിലേക്ക് ടാക്സ് അടച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോണ്ടാക്റ്റ് കയറിയ വാഹനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാന്യ ഉപഭോക്താക്കളായ ആളുകൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ വിളിക്കുന്ന KSRTC വാഹനങ്ങൾ, നിങ്ങൾ ഏത് ഡിപ്പോ എന്നാണോ വിളിക്കുന്നത് വെച്ചാൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എന്ന് നിങ്ങൾ 100% എന്ത് ചെയ്യണം, നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്യണം. എൻ്റെ നാട്ടിലെ പുല്ലൂരാമ്പാറയിൽ ഒരു KSRTC ബസ് അപകടത്തിൽപ്പെട്ടിട്ട് 2 സ്ത്രീകൾ മരിക്കുക സാഹചര്യം ഉണ്ടായി. അവർക്ക് നാമമാത്രമായ പൈസയാണ് ആ KSRTC ബസ്സിൽ നിന്ന് ആക്സിഡൻറ്റിൽ കിട്ടിയത്. അതിൻ്റെ സ്ഥാനത്ത് ഈ കോണ്ടാക്റ്റ് കാരിയർ വാഹനങ്ങൾ വിളിച്ചു പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടാവില്ല. KSRTCയുടെ മാതിരി ഒന്നും നമ്മളെ കോണ്ടാക്റ്റ് കയറിയ വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാവില്ല. നിങ്ങൾ ഉപഭോക്താക്കൾ 100% ആലോചിച്ചിട്ട് വേണം KSRTC വാഹനങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി, കല്യാണമാണെങ്കിലും തീർത്ഥയാത്രയാണെങ്കിലും വിനോദയാത്രയാണെങ്കിലും അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായ കോണ്ടാക്റ്റ് കാരിയർ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നതിന് KV ഗണേഷ് കുമാർ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പതനത്തിനായിരിക്കുമെന്നുള്ളത് 1000 വട്ടം ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ശ്രീജു മഠത്തിൽ, മഠത്തിൽ ട്രാവൽസ്, കോഴിക്കോട് ജില്ല, മുക്കം, കേരളം. ഓക്കെ.